ഹെൽത്ത് തന്നെ ശരിക്കും തടി കൂടി കഴിഞ്ഞാൽ ഫാറ്റിക്കാവും നമ്മൾ. എത്ര ആഹാരം കഴിച്ചാലും നമുക്കൊരു ഉഷാറില്ലായ്മ, മാനസിക സംഘർഷങ്ങൾ, ജോലിയുടെ പിരിമുറുക്കം കൂടെ ആകുമ്പോഴത്തേക്ക് ഈ വെയിറ്റ് കൂടിയ ആൾക്കാർക്ക്, ഒബീസിറ്റി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന മെന്റൽ ഹെൽത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അനവധിയാണ്. ചുരുക്കത്തില് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വരാവുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ്, ഹെൽത്ത് ചലഞ്ചാണ് ഓവർ വെയിറ്റും ഒബീസിറ്റിയും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒബീസിറ്റി ഓവർ വെയിറ്റ് കൊണ്ടും ഇന്ത്യ ഗവൺമെന്റ് ആൾക്കാരെ ചികിത്സിച്ച് ഗവൺമെന്റ് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാതെ വന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഈ ഒബീസിറ്റിക്കെതിരെ ഇപ്പൊ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. കാര്യം ആൾക്കാരെ അസുഖത്തിന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതാണ് അവർക്ക് അസുഖം വരാതിരിക്കാൻ നോക്കുക എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പത്രത്തിൽ വന്ന, എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള അഭിനേതാക്കളെ ഇതിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട്, എന്ന് പറഞ്ഞാൽ അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി, അതിനെതിരെ ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. കാര്യം ആൾക്കാർക്ക് അമിതവണ്ണം ധാരാളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു 3-4-5 വർഷമാകുമ്പോഴത്തേക്ക് ഹോസ്പിറ്റൽസ് ഒക്കെ അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങൾ കാരണം നിറയാൻ പോവുകയാണ്. ഇപ്പൊ ഗവൺമെന്റിന് അത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പൊ തന്നെ ഈ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് ഹോസ്പിറ്റലുകൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ അമിതവണ്ണം വളരെ ഒരു ചലഞ്ചായി നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ താരങ്ങളെ അണിനിരത്തിക്കൊണ്ട് അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആൾക്കാരെ ബോധവൽക്കാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചെലവാക്കി ഇതിന്റെ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. ശരിക്കും യഥാർത്ഥ സമയത്ത് തന്നെ, ശരിയായ സമയത്ത് തന്നെ നമ്മുടെ കമ്പനി മോദി കെയർ, മോദി വേ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഈ ഷേപ്ഷിഫ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതിന് വലിയ വിപണന സാധ്യതയാണ്. നമ്മൾ ആൾക്കാർ അസുഖം വന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാൻ, അമിതവണ്ണം ഉണ്ടാകാതിരിക്കാൻ, അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി നമുക്കറിയാം നാട്ടിലൊക്കെ ധാരാളം ഹെൽത്ത് ക്ലബ്ബുകൾ ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. പക്ഷെ അവിടെയൊക്കെ പോയി അവര് എക്സസൈസ് ചെയ്താലും ബേൺ ചെയ്യാൻ കഴിയുന്ന ഫാറ്റിന് അല്ലെങ്കിൽ കാലറിക്ക് ഒരു പരിധിയുണ്ട്. അപ്പം അതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ലാതായി നിൽക്കുമ്പോഴാണ് ശരിയായ ഒരു സൊല്യൂഷനുമായിട്ട് മോഡി കെയർ കമ്പനി എത്തിയിട്ടുള്ളത്. ആ പ്രോഡക്റ്റിന്റെ പേരാണ് ഷേപ്ഷിഫ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓരോ കാരണവശാലും ഇത് ഉപയോഗിക്കുന്ന ആളിന്റെ ആരോഗ്യത്തെ ബാധിക്കാതെ അവർക്ക് വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് വെയിറ്റ് മാനേജ് ചെയ്യാൻ? വെയിറ്റ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ്. 1, വെയിറ്റ് കൂടുതലാണെങ്കിൽ കുറയ്ക്കുക. 2, വെയിറ്റ് കറക്റ്റ് ആണെങ്കിൽ അത് നിലനിർത്തി പോവുക. 3, വെയിറ്റ് കുറവാണെങ്കിൽ ആവശ്യമുള്ള വെയിറ്റിലേക്ക് അവരെ എത്തിക്കുക. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് വെയിറ്റ് മാനേജ്മെന്റിൽ വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഞാനിത് സ്പീഡായിട്ട് പറയില്ല, കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലേ ഈ പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. വെയിറ്റ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. 1, വെയിറ്റ് കൂടുതലാണെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരിക. ഒരാളിന്റെ ഹൈറ്റിനനുസരിച്ചാണ് വെയിറ്റ് കണക്കാക്കേണ്ടത്. അപ്പൊ ഹൈറ്റിന് ആനുപാതികമായുള്ള വെയിറ്റ് കൂടുതലാണെങ്കിൽ അത് കുറച്ചു കൊണ്ടുവരുന്നത് ആവശ്യമാണ്. അതിന് നമ്മുടെ വെയിറ്റ് ഷിഫ്റ്റ് പ്രോഡക്റ്റുകൾ അവരെ സഹായിക്കും. 2, ഇനി വെയിറ്റ് കറക്റ്റ് ആണെങ്കിൽ, അങ്ങനെ വരുന്ന ആൾക്കാർ വളരെ കുറവാണ്, ഒന്നുകിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വളരെ റെയറാണ്. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ അത് വീണ്ടും കൂടാതിരിക്കാനായിട്ട്, ഉള്ള വെയിറ്റിനെ അതുപോലെ നിലനിർത്തി ആരോഗ്യം സംരക്ഷിച്ചു പോകാനായിട്ട് നമ്മുടെ വെയിറ്റ് ഷിഫ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വേണ്ടുന്ന വെയിറ്റിനേക്കാളും കുറഞ്ഞ വെയിറ്റ് ഉണ്ടാകുക. അപ്പൊ കുറഞ്ഞ വെയിറ്റ് ആണെങ്കിൽ അവര് യഥാർത്ഥത്തിൽ വേണ്ടുന്ന വെയിറ്റിലേക്ക് വരുത്തണം. അത് ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ ആ 3 കാര്യങ്ങൾ ആണ് ഈ വെയിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് മാനേജ്മെന്റിന്റെ മന്ത്രം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ എല്ലാം ആഹാര രീതി എന്ന് പറയുന്നത് ധാരാളം ചോറ്, അല്ലെങ്കിൽ ധാരാളം ഗോതമ്പ് വെച്ചുള്ള വിഭവങ്ങൾ, കപ്പ വിഭവങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതെല്ലാം തന്നെ നിറയെ കാലറീസ് ഉള്ള ഫുഡുകളാണ്, ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡുകളാണ്. ഒരു പ്ലേറ്റ് ചോറും അറ്റത്തൊരൽപ്പം ഒരു കഷ്ണം മീൻ കഷ്ണവും, ഇതാണ് നമ്മളെ രീതി. പിന്നെ അത്യാവശ്യം കുറച്ച് അല്പസ്വല്പ കറികൾ. യഥാർത്ഥത്തിൽ ശരീരത്തിന് വേണ്ടുന്ന 6 ന്യൂട്രിയൻസിൽ, 6 ന്യൂട്രിയൻസ് എന്ന് പറയാൻ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, മിനറൽസ്, വെള്ളം, അതുപോലെ ഫാറ്റ്, പിന്നെ ഫൈബർ, ഇത്രയാണ് 6 ന്യൂട്രിയൻസ്. അപ്പം ഈ 6 ന്യൂട്രിയൻസിന്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡല്ല നമ്മൾ വർഷങ്ങളായി കഴിച്ചു വരുന്നത്. നമ്മുടെ ഫുഡിലെല്ലാം കാലറി വളരെ കൂടുതലുള്ള ഫുഡുകളാണ്, ജങ്ക് ഫുഡുകൾ. അതുപോലെ തന്നെ നമ്മൾ കടകളിൽ സ്വിഗ്ഗി ഒക്കെ വഴി ഓർഡർ ചെയ്യുന്ന ഫുഡുകളിലെന്ന് പറഞ്ഞാൽ എണ്ണ വളരെ കൂടുതലാണ്, കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുതലാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് വെയിറ്റ് മാനേജ്മെന്റിന്റെ മന്ത്ര എന്ന് പറയുന്നത്. അപ്പം അത് റെഡ്യൂസ് ചെയ്യുക. അത് റെഡ്യൂസ് ചെയ്തിട്ട് ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനുകളും ഫൈബറുകളും മിനറൽസും വിറ്റാമിനുകളും ധാരാളം സപ്ലൈ ചെയ്യാം. അപ്പൊ അങ്ങനെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന ഫാറ്റിനെ എടുത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പം കാലറി കുറയ്ക്കുക, അതുപോലെ തന്നെ കാലറി ചെലവ് കൂട്ടുക, എക്സസൈസ് ചെയ്യുക, മെറ്റാബോളിക് ഫങ്ഷനെ കറക്റ്റ് ആക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിന് ഉറങ്ങുക, സ്ട്രെസ് കുറയ്ക്കുക. അപ്പം 2 രീതിയിലാണ് വെയിറ്റിന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്. ഒന്ന്, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുക, അതായത് കാലറി റെഡ്യൂസ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു സാധാരണ ഒരു മനുഷ്യന് സ്ത്രീകളാണെങ്കിൽ 1600 കാലറി തൊട്ട് 2400 കാലറി വരെ വേണ്ടിവരും ആഹാരത്തിലൂടെ. അതുപോലെ മിനറൽസ് വേണം, വിറ്റാമിനുകൾ വേണം, ഫൈബർ വേണം, ഫാറ്റ് വേണം, അങ്ങനെ പ്രോട്ടീൻ വേണം. പ്രോട്ടീൻ ഡെയിലി വേണം, കാർബോഹൈഡ്രേറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുരുഷനാണെങ്കിൽ അവൻ കൂടുതൽ അധ്വാനിക്കുന്നത് കൊണ്ട് 2000 മുതൽ 3000 കാലറീസ് വരെ നമുക്ക് വേണ്ടി വരും. അപ്പം ഇത് നമ്മളെ ഏജ്, നമ്മുടെ സെക്സ്, പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ളതിനനുസരിച്ച്, നമ്മൾ എന്ത് തരം ജോലിയാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇത് വേരി ചെയ്യും. പക്ഷെ നമ്മൾ കഴിക്കുന്ന ആഹാരം എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാലറിയേക്കാൾ കൂടുതൽ കാലറി നമ്മൾ കഴിക്കുന്നത് കാരണം ഈ അധികമായി കഴിക്കുന്നത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അമിതവണ്ണം ഉണ്ടാകുന്നത്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് ഹാർട്ട് ഡിസീസസ് ഉണ്ടാകുന്നത്. നമ്മുടെ ആന്തരിക അവയവങ്ങളെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ധാരാളം പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാലറിയേക്കാൾ കുറച്ച് കാലറി സപ്ലൈ ചെയ്തുകൊണ്ട് ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനെ കൺവേർട്ട് ചെയ്ത് കാലറി ആയിട്ട് മാറ്റി ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് നമ്മുടെ മോദിക്കിന്റെ ഷേപ്പ് ഷിഫ്റ്റിൽ ഉപയോഗിക്കുന്ന സയൻസ്. കൂടുതൽ അങ്ങോട്ട് പോകുമ്പോൾ പ്രോഡക്റ്റ് വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ വിശദമായി പറഞ്ഞു. അപ്പം നമുക്ക് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാലറി കുറച്ച് ഉള്ള ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ
മെറ്റാബോളിക് ഫങ്ഷൻ കറക്റ്റ് ചെയ്യുക, ആവശ്യത്തിന് ഉറങ്ങുക, സ്ട്രെസ് മാനേജ് ചെയ്യുക, ആവശ്യമില്ലാത്ത മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പം നമ്മൾ ഈ വെയിറ്റ് മാനേജ്മെന്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. എല്ലാ ആൾക്കാരും ആരാണോ വെയിറ്റ് മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിനെ കുറിച്ച് അറിയാന്നുള്ള. ആദ്യം അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് BMI എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവരുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ അവർക്കുള്ളത്, അത് കൂടുതലാണോ കുറവാണോ അതോ ബാലൻസ്ഡ് ആണോ. രണ്ട്, ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു അധ്വാനവും പ്രത്യേകിച്ച് ചെയ്യാതെ വീട്ടിലിരുന്നാൽ പോലും പുരുഷനാണെങ്കിൽ 1400 കാലറി വേണ്ടിവരും അവരുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. പലതര പ്രവർത്തനങ്ങൾ, നമ്മൾ ശ്വാസം എടുക്കുക, ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ കരൾ വർക്ക് ചെയ്യുന്നുണ്ട്, ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം എനർജി ആവശ്യമാണ്, കാലറി ആവശ്യമാണ്. അപ്പൊ അങ്ങനെ വെറുതെ ഇരുന്നാൽ പോലും വേണ്ടി വരുന്ന ഒരാളുടെ ഡെയിലി ഉള്ള കഠിനാധ്വാനം ചെയ്യാതെ തന്നെ വെറുതെ ഇരുന്നാൽ വേണ്ടി വരുന്ന കാലറിയുടെ അളവിനെയാണ് ബേസൽ മെറ്റാബോളിക് റേറ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ വിശദീകരിച്ചു തരാം. പിന്നെ ബോഡിയിൽ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിന്റെ അളവ്, കൊഴുപ്പ് തന്നെ 2 തരത്തിലുണ്ട്. വിസറൽ ഫാറ്റ് ഉണ്ട്, ആന്തരിക അവയവങ്ങളിലുള്ള കൊഴുപ്പുണ്ട്. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഉണ്ട്, നമ്മളെ തൊലിക്കടിയിലുള്ള കൊഴുപ്പുണ്ട്. അതുപോലെ തന്നെ ബോഡിയിലെ മസിൽസ് ഉണ്ട്, ബോഡി മസിൽസ്, നമ്മളെ മസിലുകൾ. അപ്പൊ അങ്ങനെയുള്ള മസിൽസ്, അതുപോലെ തന്നെ ടെൻഡൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് അതിന്റെ സ്ട്രെങ്ത്, അത് എത്ര പെർസെൻറ്റേജ് ഉണ്ട്. അതുപോലെ ബോഡി ഏജ്, നമ്മുടെ യഥാർത്ഥ ഏജും ബോഡി ഏജും ഉണ്ട്. ഇപ്പൊ 50 വയസ്സുള്ള ഒരാൾക്ക് 60 വയസ്സുകാരന്റെ ബോഡി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ബോഡി ഏജ് കൂടുതലാണ്. 40 വയസ്സുള്ള ഒരാൾക്ക് 30കാരന്റെ ബോഡിയാണെന്നുണ്ടെങ്കിൽ, ബോഡി ഏജ് ആണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. കാര്യം കുറച്ചുകൂടെ യങ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ബോഡി ഏജ് നിശ്ചയിക്കണം. ഐഡിയൽ ബോഡി വെയിറ്റും നമ്മുടെ ടാർഗറ്റഡ് ബോഡി വെയിറ്റ് എത്രയാണ്, നമുക്ക് ഇപ്പോൾ ഉള്ള ബോഡി വെയിറ്റ് എത്രയാണ്, നമുക്കിനി എത്രയാണ് നമുക്ക് വെയിറ്റ് മാനേജ് ചെയ്യേണ്ടത്, കുറയ്ക്കേണ്ടത്. അപ്പൊ ഇതിനെല്ലാം കൂടെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സംവിധാനമുണ്ട്. 2 സംവിധാനം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. ബോഡി മാസ് ഇൻഡെക്സ് BMI. ഒന്ന്, നമ്മളുടെ വെയിറ്റ് എത്രയാണെന്ന് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ വെയിങ് മെഷീൻ ഉണ്ടെങ്കിൽ അവിടെ നോക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത് എവിടെയെങ്കിലും മോളിലോ മറ്റോ വെയിങ് മെഷീൻ ഉണ്ടെങ്കിൽ അത് അവിടെ പോയി നോക്കാം. മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പൊ വെയിങ് മെഷീൻ ആൾക്കാർ വാങ്ങി വെച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. അപ്പൊ വെയിങ് മെഷീനിൽ നമ്മൾ വെയിറ്റ് നോക്കുക, നിങ്ങളുടെ ഹൈറ്റ് നോക്കുക. ഹൈറ്റ് സാധാരണ നമ്മൾ സെന്റിമീറ്ററിലോ ഇഞ്ചിലോ പറയുന്നത്, സെന്റിമീറ്ററിൽ എടുക്കുക. ഇപ്പൊ ഒരു 160 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് 160 കാണും, ചിലർക്ക് 150 കാണും, ചിലർക്ക് 165 കാണും, ചിലർക്ക് 170 കാണും. അങ്ങനെ പലതായിരിക്കും അവരുടെ ഹൈറ്റിന്റെ റേഞ്ച്, സെന്റിമീറ്റർ ആണ്. വെയിറ്റ് ചിലപ്പം 60 കിലോ ഉള്ളവരുണ്ടാവും, 80 കിലോ ഉണ്ടാകും, 80 മേലുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ അപ്പം ഒരാളുടെ വെയിറ്റും ഹൈറ്റും കണക്കാക്കിയിട്ടാണ് ബോഡി മാസ് ഇൻഡെക്സ് കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അയാളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ ഒരാൾക്കുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഒരു ഇൻഡെക്സ് നമ്മൾ, ഹൈറ്റ് 1.6 1.7 എത്ര ആയിക്കോട്ടെ, മീറ്റർ ആയിക്കോട്ടെ, അതിനെ അതുകൊണ്ട് തന്നെ ഒന്ന് ഗുണിക്കുക. ഗുണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 2 പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു തുക കിട്ടും. ആ തുക നിങ്ങളുടെ വെയിറ്റിനെ ആ തുക കൊണ്ട് ഭാഗിക്കുമ്പോൾ ഒരു ഇൻഡെക്സ് കിട്ടും. ഇപ്പൊ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 57 കിലോയാണ്. 1.57 ആണ് എൻ്റെ ഹൈറ്റ്.
1.57 ആണ്. അപ്പൊ ഞാൻ എൻ്റെ 1.57നെ 1.57 കൊണ്ട് ഗുണിക്കുമ്പം കിട്ടുന്ന തുക കൊണ്ട് നിങ്ങളുടെ വെയിറ്റിനെ ഭാഗിച്ചു കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റിലാണെന്നുണ്ടെങ്കിൽ ഇത് ഈ നോർമലിനകത്ത് വരും. പക്ഷെ കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. ഈ റേഞ്ചിലായിരിക്കും വരുന്നത്. ആ റേഞ്ചിനനുസരിച്ചാണ് നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലാണോ കുറവാണോ എന്ന് കാണുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ BMI കാണുന്നതിന്റെ മെത്തേഡ്. ഈ സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാര്യം ഒരാൾക്ക് ഈ പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് വലിയ അധ്വാനമൊന്നും ചെയ്യാതെ വീട്ടിൽ റെസ്റ്റ് എടുത്താൽ പോലും നമുക്കൊരു ദിവസം ഒരു നിശ്ചിത കാലറി വേണം. ആഹാരം കഴിക്കുന്നുണ്ട് വെറുതെ ഇരിക്കുന്ന ആൾക്കാരും. കാര്യം അവരുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിന് ശ്വസിക്കുന്നു, കണ്ണടയ്ക്കുന്നു, അതുപോലെ തന്നെ കരൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ നടക്കുന്നു, അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പുരുഷന് 1600 പോലെ 1800 കാലറി വെറുതെ ഇരുന്നാൽ പോലും വേണ്ടി വരും. അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ 1400 മുതൽ 1600 കാലറി വരെ വേണ്ടി വരും. അപ്പൊ ഈ ബേസൽ മെറ്റാബോളിക് റേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനും ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കൂടുതൽ പോകുന്നില്ല. അപ്പൊ ആ ബേസൽ മെറ്റാബോളിക് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടും BMI കണ്ടുപിടിക്കാനായിട്ടും ഒക്കെ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്, ഇലക്ട്രോണിക് ഉപകരണങ്ങളുണ്ട്. അപ്പോൾ BMIയും ബോഡിയിലെ ഫാറ്റ് ലെവലും ഒക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഉപകരണമാണ് കരട സ്കാൻ എന്ന് പറയുന്ന മെഷീൻ. അത് നമ്മുടെ മോഡി കെയറിന്റെ ശാസ്തമംഗലം ഓഫീസിലുണ്ട്. അതുപോലെ തന്നെ മിക്കവാറും ഉള്ള നമ്മളുടെ ഹെൽത്ത് ക്ലബുകളിലെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മിക്കവാറും ഉള്ള ഈ നമ്മുടെ ബ്ലഡും മറ്റുമൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ലാബോറട്ടറികളിലൊക്കെ ഈ കരട സ്കാൻ ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞൊരു മെഷീനാണ് ഇത്. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി 100, 150, 200 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കരട സ്കാനിൽ നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സും അതുപോലെ നമ്മുടെ സ്കെൽറ്റൽ മസിൽ എത്ര ഉണ്ടെന്നും വിസറൽ ഫാറ്റും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടും. അപ്പൊ ഇതെല്ലാം കണക്കാക്കി ആകുമ്പോഴാണ് ഈ വെയിറ്റ് മാനേജ് ചെയ്യുന്നതിന്റെ അത്യാവശ്യം നമുക്ക് മനസ്സിലാവുന്നത്. കാര്യം ഈ കരട സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് കൃത്യമായി റിപ്പോർട്ട് കിട്ടും. ചില ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ മെലിഞ്ഞിരുന്നാൽ കുഴപ്പമില്ലെന്നാണ്. പക്ഷെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കും അവരുടെ ഇന്റേണൽ ഓർഗൻസിനെ ചുറ്റി, ഇപ്പൊ കരളാണെങ്കിലും ആമാശയമാണെങ്കിലും പാൻക്രിയാസ് ആണെങ്കിലും മറ്റെല്ലാം ഇന്റേണൽ ഓർഗൻസിനെ ചുറ്റി പറ്റി ധാരാളം കൊഴുപ്പ് ഇങ്ങനെ അടിഞ്ഞിരിക്കും. ഈ കൊഴുപ്പ് നമ്മുടെ ഓർഗനുകളുടെ, നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. അപ്പൊ നമുക്കറിയാം ഈ കരളിന് ചുറ്റും കൊഴുപ്പടിയുമ്പോഴാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റ് അടിഞ്ഞിരിക്കുന്ന കരളിനെയാണ്. അതുപോലെ ശ്വാസകോശത്തിന് ഭാഗങ്ങളിൽ അടിയും. നമുക്ക് ഈ കോഴിയൊക്കെ കട്ട് ചെയ്ത് വാങ്ങിക്കുമ്പം നമുക്കറിയാം മിക്കവാറും അതിൻ്റെ മാങ്ങാണ്ടി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. അതിൻ്റെ ചുറ്റും അല്ലെങ്കിൽ അതിൻ്റെ കരള് ഒക്കെ അതിനൊക്കെ ചുറ്റും ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള അതാണ്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലും നമ്മുടെ അവയവങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കൊഴുപ്പിന്റെ പേരാണ് വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് വളരെ വളരെ ദോഷകരമായ ഒരു ഫാറ്റാണ്. അപ്പം തടി കൂടിക്കഴിഞ്ഞാൽ ഇത് വളരെയധികം ഉണ്ടാവും. പക്ഷെ തടി കുറഞ്ഞ ആൾക്കാരിലും ഈ ഫാറ്റ് വളരെയധികം ഉണ്ടാവും. ഇതൊരു ടോക്സിക് ഫാറ്റ് എന്നാ പറയുന്നത്. കാര്യം എപ്പോഴും വേണമെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതൊരു ടോക്സിക് ഫാറ്റ് എന്നാ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തൊലിക്കടിയിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്നാ പറയുന്നത്. ധാരാളം ഇങ്ങനെ ഉണ്ടാവും, ധാരാളം. കണ്ടില്ലേ? ഇതാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഇവിടെ എല്ലാം ഫാറ്റ് വരുന്നതിന് കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഓരോ ദിവസവും നമുക്ക് വേണ്ടുന്നതിനേക്കാൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്,
കാലറി നമ്മുടെ ശരീരത്തിൽ കടന്നു ചെല്ലുന്നത് കൊണ്ടാണ്. അപ്പൊ അതിനെ നിയന്ത്രിക്കാനാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഫാറ്റിനെ എടുത്ത് ശരീരം ഉരുക്കിയെടുത്ത് ഉപയോഗിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഈ വിസറൽ ഫാറ്റിനെയും സബ്ക്യൂട്ടേനിയസ് ഫാറ്റിനെയും അലിയിച്ചെടുത്ത് ശരീരത്തിന് ആവശ്യമായ എനർജി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എത്രയാണ് വെയിറ്റ് കുറയ്ക്കേണ്ടത് എന്ന് ആദ്യം തീരുമാനിക്കണം. നമുക്കിപ്പോൾ ഒരു വെയിറ്റ് ഉള്ള ഒരാളിൻ്റെ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെക്കാൾ അറിവുണ്ടാവും ഇത്തരം കാര്യങ്ങളിൽ. എങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് വിശദമായിട്ട് പറയാം. അവരോട് ചോദിക്കേണ്ടത്, നിങ്ങൾ എത്ര കിലോ വെയിറ്റ് ആണ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്, എത്ര നാൾ കൊണ്ടാണ് ഇത് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ 2 ചോദ്യം അവരോട് ചോദിക്കണം. എത്ര കിലോ വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എത്ര നാൾ കൊണ്ട് ആണ് വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് കുറയ്ക്കുന്നതിനേക്കാളും സാവകാശം കുറച്ച് വരുന്നതാണ് വളരെ നല്ലത്. ചില ആൾക്കാർക്ക് ഒത്തിരി വെയിറ്റ് കൂടുതലായതുകൊണ്ട് വെയിറ്റ് വളരെ പെട്ടെന്ന് കുറയ്ക്കേണ്ട ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ കൂടുതൽ എക്സസൈസും അങ്ങനെയുള്ള കാര്യങ്ങൾ, സുംബ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും നമ്മുടെ ഈ പ്രോഡക്റ്റിനോടൊപ്പം തന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ തീരുമാനിക്കുകയാണ്, നമുക്കൊരു 3 മാസം കൊണ്ട് ഒരു 5 കിലോ കുറയ്ക്കണം ഒരാൾ പറയാണ്, അല്ലെങ്കിൽ ഒരു 4-5 മാസം കൊണ്ട് എനിക്കൊരു 10 കിലോ കുറയ്ക്കണം. അപ്പൊ അതെല്ലാം ആ വെയിറ്റ് കുറയ്ക്കേണ്ടുന്ന ആളിന്റെ തീരുമാനമാണ്. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മളെ പ്രോഡക്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റിനനുസരിച്ച് നമ്മളെ പ്രോഡക്റ്റ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 90 ദിവസത്തെ ഒരു പാക്കേജ് പോലെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യണം. മിനിമം 90 ഡേയ്സ് ആണ് വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ട്. അല്ലാതെ 1 മാസം കഴിച്ചിട്ട് നിർത്തേണ്ടതല്ല. മിനിമം 90 ഡേയ്സ് മുതൽ 6 മന്ത്സ് 1 ഇയർ ഒക്കെ ടൈം എടുത്ത് വെയിറ്റ് അവരുദ്ദേശിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുവന്ന് പിന്നെ ആ വെയിറ്റ് നിലനിർത്തി കൊണ്ടുപോകണം. അതാണ് അതിൻ്റെ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ 4 പ്രോഡക്റ്റ് ആണ് നമുക്കുള്ളത്. ഒന്ന് മെറ്റാബോളിക് ബൂസ്റ്റർ അഥവാ ഫാറ്റ് ബേണർ ക്യാപ്സൂൾ. ആദ്യത്തെ പ്രോഡക്റ്റ് ഇതാണ്, ഫാറ്റ് ബേണർ ക്യാപ്സൂൾ എന്നാണ് ഇതിന്റെ പേര്. ഷേപ്പ് ഷിഫ്റ്റ് ഫാറ്റ് ബേണർ ക്യാപ്സൂൾ. അപ്പൊ ഇത് രാവിലെ നമ്മൾ ആഹാരത്തിന് 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ കഴിക്കണം ഈ ഫാറ്റ് ബേണർ ക്യാപ്സൂൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് സ്കിപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് നമുക്ക് ഈ മീൽ റീപ്ലേസ്മെന്റ് ഷേക്കും പ്രോട്ടീൻ പൗഡറും കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ രാവിലെ കഴിക്കുന്ന പുട്ട്, ദോശ, ഇഡലി അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ആ സമയത്ത് നമുക്ക് ഈ മീൽ റീപ്ലേസ്മെന്റ് ഷേക്കും പ്രോട്ടീൻ പൗഡറും കൂടെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഉപയോഗിക്കേണ്ട രീതികളൊക്കെ ഞാൻ വഴിയെ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 11 മണിയാകുമ്പോഴത്തേക്ക് നമുക്കൊരു ഫാറ്റ് ബേണർ പ്രീമിക്സ് ഉണ്ട്. 4ാമത്തെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ആദ്യത്തെ പ്രോഡക്റ്റ് ഫാറ്റ് ബേണർ ക്യാപ്സൂൾ ആണ്. 2ാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഷേപ്പ് ഷിഫ്റ്റ് മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് ആണ്. 3ാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ പൗഡർ ആണ്. നമ്മുടെ ഓൾ പ്ലാൻ പ്രോട്ടീനെ പോലുള്ള ഷേപ്പ് ഷിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡർ ആണ്. 4ാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫാറ്റ് ബേണർ പ്രീമിക്സ് ആണ്. നമ്മൾ ചായ കുടിക്കുന്നതിന് പകരം ആ സമയങ്ങളിൽ 2 നേരം നമുക്ക് ഈ പ്രീമിക്സ് കുടിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് വളരെയധികം ബേൺ ചെയ്യാനായിട്ട്, ശരീരത്തിന്റെ മെറ്റാബോളിക് ഫംഗ്ഷനെ ത്വരിതപ്പെടുത്താനായിട്ട് സഹായിക്കും. ഇങ്ങനെയുള്ള 4 പ്രോഡക്റ്റ് ആണ് നമുക്കുള്ളത്. ഇതുകൂടാതെ ഒരു ഷേക്കർ കൂടെ ഉണ്ട്. നമ്മൾ ഈ പ്രോട്ടീൻ പൗഡറൊക്കെ ഇട്ട് നമുക്ക് ശരിക്കും കുലുക്കി നല്ല മിക്സ് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു ഷേക്കറും കൂടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 4 പ്രോഡക്റ്റ് ആണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ബേണർ ക്യാപ്സൂൾ ആണ്. 2ാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് ആണ്. ആ പേരിൽ തന്നെ ഉണ്ട്
നമ്മളെ മീല് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഡിന്നറോ മാറ്റിയിട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. അതിനോടൊപ്പം ചേർത്ത് ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റ് ആണ് നമ്മളെ പ്രോട്ടീൻ പൗഡർ. ഇടവേളകളിൽ 2 നേരം ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റ് ആണ് ഫാറ്റ് ബേണർ പ്രീമിക്സ്. ഇനി എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിന്റെ കണ്ടന്റുകൾ, ഈ പ്രോഡക്റ്റ് എന്താണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം നമ്മൾ നോക്കുന്നത് മെറ്റാബോളിക് ബൂസ്റ്റർ ആയിട്ടുള്ള ഫാറ്റ് ബേണർ ക്യാപ്സൂൾ. നമുക്കറിയാം തൈറോയ്ഡ് രോഗങ്ങൾ അതുപോലുള്ള പലവിധ രോഗങ്ങൾ, ഹോർമോണൽ രോഗങ്ങളുടെ എല്ലാം പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ മെറ്റാബോളിക് ഫങ്ഷൻ, ശരീരത്തിലെ ലക്ഷോപലക്ഷം കെമിക്കൽ റിയാക്ഷൻസ് ശരിയായ രീതിയിൽ നടക്കില്ല. നടക്കാത്തത് കൊണ്ട് തന്നെ വളരെയധികം ഹെൽത്ത് ചാലഞ്ചസ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. തടി കൂടുന്നുണ്ട്, ഫാറ്റിക് ആവുന്നുണ്ട്, അതുപോലെ ക്യാൻസർ പോലുള്ള പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല 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 പ്രശ്നങ്ങൾ, അവരുടെ മാനസികാവസ്ഥ, ദേഷ്യം കൂടുക, കുറയുക, തടി തീരെ കുറഞ്ഞു പോവുക, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട് മെറ്റാബോളിസം ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ട്. ആ മെറ്റാബോളിസത്തിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൂസ്റ്റർ ടോണിക്കാണ്, ഒരു ആയുർവേദ കണ്ടന്റുള്ള, നാച്ചുറൽ കണ്ടന്റുള്ള ടോണിക്കാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫാറ്റ് ബേണർ ക്യാപ്സൂൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ ദഹന വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മസിലുകൾ, നമുക്കറിയാം നമ്മുടെ ജോയിന്റുകളെ ചേർത്ത് നിർത്തുന്നത് ലീൻ മസിൽസ് ആണ്, ടെൻഡൻ അതുപോലുള്ള മസിൽസ് ആണ്. ആ മസിൽസിനെയൊക്കെ ശരിയായ രീതിയിൽ ശക്തിപ്പെടുത്താനും കൂടെ സഹായിക്കും. അപ്പൊ ഈ ഫാറ്റ് ബേണർ ക്യാപ്സൂളിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറൽ ആണ്. ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ഗ്രീൻ കോഫി ബീൻ എക്സ്ട്രാക്റ്റ് ആണ്. നമ്മൾ കാപ്പിപ്പൊടി എന്ന് പറയുന്നത് വറുത്തിട്ടെടുക്കുന്ന സാധനമാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. പച്ച കോഫി ബീനിൽ നിന്നും കാപ്പിക്കുരുവിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുള്ള എക്സ്ട്രാക്റ്റ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഈ നമ്മുടെ ഫാറ്റ്, ശരീരത്തിലുള്ള ഫാറ്റിന്റെ ഗ്ലൂക്കോസിനെ, അതുപോലെ തന്നെ ഈ ഗ്ലൂക്കോസ് നമ്മൾ ദഹിച്ച് ശരീരത്തിലേക്ക് കടന്നു ചെല്ലുക, ഇതിനെയൊക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് പയ്യെ പയ്യെ ചെല്ലാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇൻസുലിൻ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ആ മെറ്റാബോളിക് ഫങ്ഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യാനും കൂടെ ഇത് സഹായിക്കും. ദഹന വ്യവസ്ഥയെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വിശപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ ആഹാരം കൂടുതൽ കഴിച്ചു പോകും. അപ്പൊ ആഹാരം കഴിക്കാനുള്ള ടെൻഡൻസി റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഗ്രീൻ കോഫി ബീൻ എക്സ്ട്രാക്റ്റ് നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഫാറ്റിനെയും ഗ്ലൂക്കോസിനെയൊക്കെ ദഹിപ്പിച്ചെടുത്ത് ശരീരത്തിലേക്ക് കൊണ്ടു ചെല്ലുന്നതിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് പതുക്കെ പതുക്കെ ആക്കിയെടുക്കാനും സഹായിക്കും. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഗാർസീനിയ കമ്പോജിയ എക്സ്ട്രാക്റ്റ് ആണ്. ഇതിന് കുടംപുളി, നമുക്കറിയാം കുടംപുളിയാണ്, കുടംപുളിയുടെ എക്സ്ട്രാക്റ്റ് ആണ്. കുടംപുളി നമ്മൾ എല്ലാ കറികളിലും ചേർക്കുന്നതാണ്. അതിന് ധാരാളം ബെനഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് കറികളിൽ ചേർക്കുന്നത് പണ്ട് കാലം മുതലേ. അപ്പൊ ഈ കുടംപുളി ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ്, അതിനെ കൺവേർട്ട് ചെയ്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തില് ലിവർ ധാരാളം ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ആ ലിവറിനെ ദോഷപ്പെടുത്തുന്ന ഘടകങ്ങളെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ലിവറിന്റെ ഫങ്ഷനെ കുറച്ചുകൂടെ പക്കായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യും. ബോഡിയിലെ മെറ്റാബോളിസം റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ബോഡിയുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കുടംപുളി നമ്മളെ സഹായിക്കും. അടുത്ത ഘടകം എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് ആണ്. ഗ്രീൻ ടീ നമുക്കറിയാം, പണ്ട് കാലം പോലെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. നമ്മൾ എക്സസൈസ് ചെയ്യാതെ തന്നെ ഫാറ്റിനെ ബേൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്ക്
ഈ ഗ്രീൻ ടീ ധാരാളം കുടിക്കും അവർ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സിനിമാ നടികളൊക്കെ ആണെങ്കിൽ അവർ ഡെയിലി അവർ കുടിക്കുന്ന വെള്ളത്തിൽ തന്നെ ഗ്രീൻ ടീ ഇട്ട് കൊണ്ടു നടന്ന് കുടിക്കുന്ന ആൾക്കാരാണ്. കാര്യം അവരുടെ ബോഡിയുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, വയറിന്റെ ഷേപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, വയറിലൊക്കെ ഫാറ്റ് അടിയാതിരിക്കാൻ വേണ്ടി. കാര്യം അവരുടെ പ്രൊഫഷന്റെ ഭാഗമാണത്. അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. ആ ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് അതിനകത്തുള്ള കാറ്റച്ചിൻ എന്ന് പറയുന്ന ആ ഘടകം ബോഡി ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാലറി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബോഡിക്ക് ഉപയോഗിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പൊ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനെ ബ്രേക്ക് ഡൗൺ ചെയ്താണ് ശരീരം എടുത്ത് ഉപയോഗിക്കുന്നത്. ശരീരത്തിന് ഉപയോഗിക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ അതിനകത്ത് കാറ്റച്ചിനും കോഫിൻ എന്ന് പറയുന്ന കഫിൻ എന്ന് പറഞ്ഞ ഘടകം കൂടെ ചേർന്നിട്ട് നമ്മളുടെ ആക്ടിവിറ്റീസ് ലെവലിനെ ഇൻക്രീസ് ചെയ്യും. കാര്യം എനർജി എക്സ്പെൻഡിച്ചർ കൂട്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ അത് കൂടുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ എനർജി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഫാറ്റ് കുറയും. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഘടകമാണ് കടുക്ക എന്ന് പറയുന്ന ഹരിതകി എന്ന് അറിയപ്പെടുന്ന ഒരു പ്രോഡക്റ്റ്. ആയുർവേദ കൂട്ടുകളിലെ ഒരു പ്രധാന കാരനാണ് ഈ കടുക്ക എന്ന് പറയുന്നത്. നമുക്കറിയാം ത്രിഫലയിൽ ഒരാളാണ്. അത് ബോഡിയിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ സഹായിക്കും അത്. കാര്യം നമ്മുടെ കോശങ്ങളിലൊക്കെ ടോക്സിൻസ് അടിഞ്ഞിരിപ്പുണ്ടെങ്കിൽ, ബ്ലഡിലൊക്കെ ടോക്സിൻസ് അടിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതിനെയൊക്കെ റിമൂവ് ചെയ്ത് ഹെൽത്തി കോശങ്ങളെ ഹെൽത്തി ബ്ലഡും ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നു ഈ കടുക്ക എന്ന് പറയുന്ന സാധനം. അപ്പൊ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ മെറ്റാബോളിക് ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യും. കടുക്ക ബോഡി ഫാറ്റിനെ റിഡ്യൂസ് ചെയ്യാനും സഹായിക്കും. ആരോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഞാനൊന്ന് മ്യൂട്ട് ചെയ്യണം. അപ്പോൾ ബോഡി ഫാറ്റിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പൊ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് അങ്ങനെ പല വിധത്തിൽ ഈ 4 എക്സ്ട്രാക്റ്റും കൂടെ ചേർന്നുള്ള ഒരു കോമ്പിനേഷനാണ് യഥാർത്ഥത്തിൽ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട്. നമ്മുടെ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് ഈ ഷേപ്പ് ഷിഫ്റ്റ് പ്രോഡക്റ്റ് നമുക്ക്, ഈ ഷേപ്പ് ഷിഫ്റ്റിന്റെ ഫാറ്റ് ബേണർ ക്യാപ്സൂൾ നമുക്ക് നൽകുന്നത്. ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അരമണിക്കൂർ മുമ്പ് നമ്മളിത് ഡെയിലി ഒന്ന് കഴിക്കണം. കഴിച്ചതിന് ശേഷം വേണം നമ്മൾ മീൽ റീപ്ലേസ്മെന്റ് ഷേക്കും മറ്റുമൊക്കെ ഉപയോഗിക്കാൻ. ഇനിയിപ്പോൾ വെയിറ്റ് മാനേജ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ ഫുഡ് കഴിക്കാം, എന്നിട്ട് വൈകുന്നേരം വേണമെന്നുണ്ടെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് മീൽ റീപ്ലേസ് ചെയ്യാം. എന്നാലും രാവിലെ തന്നെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മീൽ റീപ്ലേസ്മെന്റ് ഷേക്കാണ്. ഈ മീൽ റീപ്ലേസ്മെന്റ് ഷേക്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ചുകൊണ്ട്, കാലറീസിന്റെ അളവ് കുറച്ചുകൊണ്ട്, സോയ് ആൻഡ് വേ പ്രോട്ടീനും, സോയ് പ്രോട്ടീൻ നമ്മളെ കോശങ്ങളെ മെയിൻറ്റെയിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുള്ള സോയ് പ്രോട്ടീനും, വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളെ മസിലുകൾക്കൊക്കെ ബലം തരാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീനാണ്. അതുപോലെ തന്നെ എൻസൈംസ് ഉണ്ട് ഇതിനകത്ത്, പ്രോബയോട്ടിക്സ് ഉണ്ട്. പ്രോബയോട്ടിക്സ് നമുക്കറിയാം നമ്മുടെ ഈ വയറ്റിനകത്തെ ഹെൽത്തി ബാക്ടീരിയയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും അടങ്ങിയിട്ടുള്ള ദഹന സംബന്ധമായ വിഷയങ്ങളുള്ള ആൾക്കാർ, അതുപോലെ ആമാശയം കുടൽ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് നമ്മുടെ ഈ മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റി ആ ദഹന വ്യവസ്ഥയെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളം ഫൈബർ ബ്ലെൻഡഡ് ആണ്. ഫൈബർ ഉണ്ട്, സോയ് ഫൈബർ, ഓട്സ് ഫൈബർ, ഹസ്കിന്റെ ഫൈബർ, അങ്ങനെയുള്ള ഫൈബറിന്റെ വലിയൊരു കലവറ തന്നെ ഇതിനകത്തുണ്ട്. ഫൈബർ നമുക്കറിയാം നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഷുഗറിന്റെ അളവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഫൈബർ വളരെ എസെൻഷ്യലാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ഫങ്ഷൻസിന് വിറ്റാമിനുകളും മിനറൽസും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ആവശ്യമുള്ള ധാരാളം മിനറൽസും വിറ്റാമിനുകളും ഈ മീൽ റീപ്ലേസ്മെന്റിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇതൊരു
സമ്പൂർണ്ണ ഫുഡാണ്. നമ്മൾ ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റും വൈകുന്നേരത്തെ ഡിന്നർ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് നമുക്ക് കഴിക്കാം. വെയിറ്റ് വളരെ വേഗം കുറയ്ക്കേണ്ട ആൾക്കാരാണെങ്കിൽ 2 നേരം നമ്മൾ മീൽ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ മീൽ റീപ്ലേസ്മെന്റ് ഷേക്കും അതിനോടൊപ്പം പ്രോട്ടീൻ പൗഡറും കൂടെ ചേർത്ത് നമ്മൾ കഴിക്കണം. അപ്പൊ കഴിക്കുമ്പം ശരീരത്തിലേക്കുള്ള കാലറിയുടെ ഇൻടേക്ക് കുറയുകയും ആവശ്യത്തിനുള്ള പ്രോട്ടീനും മിനറൽസും ഒക്കെ ചെല്ലുമ്പോൾ ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ശരീരം അത് ഉപയോഗപ്പെടുത്തും. നമ്മൾ ഈ ആവശ്യത്തിനുള്ള വിറ്റാമിനുകളും പ്രോട്ടീനും ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ശരീരത്തിന് അതിലെ ഫാറ്റിനെ ബേൺ ചെയ്ത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. ഇതിൽ വലിയൊരു സയൻസ് ആണ്. ചില ആൾക്കാർ പറയും ഞാൻ പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കാമെന്ന്. പക്ഷെ പട്ടിണി കിടന്നാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടീനും വിറ്റാമിനുകളും മിനറൽസും ഫൈബറും ഒക്കെ ഡെയിലി ശരീരത്തിന് വേണ്ടതാണ്. അപ്പൊ അത് കിട്ടത്തില്ല. അത് കിട്ടാതിരിക്കുമ്പോഴത്തേക്ക് ഈ ഫാറ്റിനെ ശരിയായി ബേൺ ചെയ്ത് അല്ലെങ്കിൽ കാലറി ശരിയായിട്ട് ഉപയോഗപ്പെടുത്തി ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടത്താൻ പറ്റാതെ വരും. പിന്നെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സയൻസ് എന്ന് പറയുന്നത് പട്ടിണി കിടക്കുന്ന രീതിയല്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒഴിവാക്കിയിട്ട് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ചിട്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് സമയത്തും ഡിന്നർ സമയത്തും ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകളും മിനറൽസും വിറ്റാമിനുകളും ഫൈബറും പ്രോബയോട്ടിക്സും എല്ലാം നൽകി ശരീരത്തിന്റെ പ്രവർത്തനത്തെ ശരിയായ രീതിയിൽ നിലനിർത്തി ശരിയായ രീതിയിൽ ഉത്തേജിപ്പിച്ച് ശരിയായ രീതിയിൽ മെറ്റാബോളിക് ഫംഗ്ഷനെ നന്നാക്കി നല്ല എനർജി തന്ന് നമ്മൾ നല്ല ആവേശവും ചുറുചുറുക്കുമുള്ള ആൾക്കാരായി നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള വിറ്റാമിനുകളും എല്ലാം തന്നെ ധാരാളം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഓരോ ആന്തരിക അവയവങ്ങൾക്കും ആവശ്യമായ വിറ്റാമിനുകളും മിനറൽസും നമ്മുടെ ഈ ഷേക്കിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ശരീരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിന്റെ റിപ്പയറിംഗ് സിസ്റ്റത്തിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വെൽബീയിങ് ആയിട്ട് ജീവിക്കാൻ, നല്ല ആരോഗ്യത്തോടെയുള്ള ഒരു കുടുംബ ജീവിതം നമുക്ക് നയിക്കാൻ വേണ്ടി, ദാമ്പത്തിക ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ പ്രാപ്തമാക്കുന്ന വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള അതിശയകരമായ ഉൽപ്പന്നമാണ് മോദിക്കിന്റെ മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് എന്ന് പറയുന്നത്. വളരെ അതിശയകരമായ ഉൽപ്പന്നമാണ്. നല്ല എനർജി ലെവലാണ്. ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് കറക്റ്റ് വെയിറ്റ് ആണ്. ഞാൻ ആ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്. ഇന്നും ഇപ്പൊ രാത്രിയിൽ ഞാൻ ഇത് 6:30 ആയപ്പോഴത്തേക്ക് ഞാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിന് കയറുന്നത്. നല്ല എനർജി ഉണ്ട്. എൻ്റെ സംസാരം കേട്ടാൽ പോലും നിങ്ങൾക്കറിയാം. അപ്പം നല്ല എനർജിയോടുകൂടി, സാധാരണ നമ്മൾ ഈ സ്ത്രീകളൊക്കെ 2-3 ദിവസമൊക്കെ വ്രതം പിടിച്ചു കഴിഞ്ഞാൽ അവരെ അറിയാം ആകെ കുഴഞ്ഞു പോകും. പക്ഷെ ഇത് കുഴയത്തൊന്നുമില്ല. കാര്യം ആവശ്യത്തിലധികം ഫാറ്റ് നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മൾ നേരത്തെ കഴിച്ച കാർബോഹൈഡ്രേറ്റ് ശരീരം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെ ശരീരം ഉപയോഗപ്പെടുത്തി നമ്മുടെ ശരീരത്തിലെ ബോഡിയുടെ പ്രവർത്തനങ്ങളെല്ലാം ത്വരിതപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റ് ആണ് മീൽ റീപ്ലേസ്മെന്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വണ്ടർഫുൾ പ്രോഡക്റ്റ്. അപ്പം ഇത് ന്യൂട്രീഷണൽ ബാലൻസ് നൽകും, ബോഡിക്ക് ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യും, നമ്മുടെ ദഹനത്തെ നിയന്ത്രിക്കും, അതുപോലെ മസിൽ മെയിൻ്റനൻസ്, നല്ല ചുറുചുറുക്കും ശരീര പുഷ്ടിയുമുള്ള ആൾക്കാരായിട്ട് നമ്മൾ മാറും. നല്ല എനർജി ബൂസ്റ്ററാണ്. അതുപോലെ തന്നെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും നമ്മുടെ പ്രോഡക്റ്റ് കഴിക്കാൻ പറ്റും. ആഡഡ് ഷുഗർ ഒന്നുമില്ല. ചെറിയ മധുരം പോലെ തോന്നുമെങ്കിലും ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ആഡഡ് ഷുഗർ ഇല്ല. ഷുഗർ ഉണ്ടെങ്കിൽ കാലറി കൂടുതലായിരിക്കും. ഇതിനകത്ത് അങ്ങനെയുള്ള യാതൊരു ഘടകങ്ങളും ഇല്ല. ഇത് 8 ഫ്ലേവറിൽ നമുക്ക് അവൈലബിൾ ആണ്. ചോക്ലേറ്റ്, വാനില, മാംഗോ, കുൽഫി, റോസ് കീർ, ബനാന കാരമൽ, സ്ട്രോബെറി, റാസ്മലായി, അങ്ങനെ 8
ഫ്ലേവറിൽ 8 ടേസ്റ്റിൽ ഇത് കിട്ടും. ആ കസ്റ്റമർക്ക് ആവശ്യമുള്ള ടേസ്റ്റുള്ള ഷേക്ക് ഷിഫ്റ്റ് നമുക്ക് എടുത്തുപയോഗിക്കാം. നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് സ്കിംഡ് മിൽക്കോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പാട നീക്കിയ പാലോ അല്ലെങ്കിൽ ചൂടുവെള്ളമോ ഒഴിച്ച് നമ്മളിത് ഒന്ന് നല്ല പേസ്റ്റാക്കി എടുത്തിട്ട് 300 ml സ്കിംഡ് മിൽക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമാണ്. അല്ലാതെ ഇതിനകത്തോട്ട് തട്ടിയിട്ട് കലക്കരുത്. കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഈ 300 ml മിൽക്കോ തേങ്ങാപ്പാലോ നേർപ്പിച്ച തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പാട നീക്കിയ പാലോ ജ്യൂസിലോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. 300 ml നമ്മൾ ഇത് അലിയിച്ചിട്ട് 12 ഗ്രാം പ്രോട്ടീൻ പൗഡറും കൂടെ ചേർത്ത് നമ്മൾ ഉപയോഗിക്കണം. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ട് ആ സമയത്ത് ഉപയോഗിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഡിന്നർ ഒഴിവാക്കിയിട്ട് ആ സമയത്ത് ഉപയോഗിക്കാം. ഉച്ചയ്ക്ക് നമ്മൾ ആഹാരം കഴിക്കണം. കാലറി കുറഞ്ഞ ആഹാരമാണ് കഴിക്കേണ്ടത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അപ്പൊ 2 പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചു. ആദ്യത്തെ പ്രോഡക്റ്റ് പഠിച്ചത് ഫാറ്റ് ബേണർ ക്യാപ്സൂൾ ആണ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഷേപ്പ് ഷിഫ്റ്റ് മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് ആണ്. മൂന്നാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള പ്രോട്ടീൻ പൗഡറാണ്. 12 ഗ്രാം പ്രോട്ടീൻ പൗഡറിൽ നിന്നും 10 ഗ്രാം പ്രോട്ടീൻ ലഭിക്കുന്ന പ്രോട്ടീനാണ്. 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ നമ്മുടെ കോശങ്ങളെയൊക്കെ റിപ്പയർ ചെയ്യാനും പുതിയ കോശങ്ങൾ നിർമ്മിക്കാനും ഡാമേജ്ഡ് ആയ കോശങ്ങളെ ഒഴിവാക്കിയിട്ട് പുതിയ കോശങ്ങളെ നിർമ്മിക്കാനും സഹായിക്കുന്നതാണ് പ്രോട്ടീൻ. ഇത് നമ്മൾ പ്രോട്ടീൻ യഥാർത്ഥത്തിൽ ഡെയിലി നമുക്ക് വേണം. അധികമുണ്ടെങ്കിൽ ശരീരം അത് പുറന്തള്ളും. അപ്പൊ ഡെയിലി കഴിക്കണം. പക്ഷെ കാർബോഹൈഡ്രേറ്റ് ഡെയിലി കഴിച്ചില്ലേലും കുഴപ്പമില്ല, ഒരു മാസം കഴിച്ചില്ലേലും ഒരു കുഴപ്പമില്ല, ആവശ്യത്തിനുള്ളത് മാത്രമേ ചെല്ലാവൂ. പ്രോട്ടീനുകളും മിനറൽസും വിറ്റാമിൻസും ഫൈബറും വെള്ളവും എല്ലാം നമ്മൾ ഡെയിലി കഴിക്കണം. അത് ശരീരം സ്റ്റോർ ചെയ്യുന്നതല്ല, ഡെയിലി കൊടുത്താലേ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തും. അപ്പൊ ആ പ്രോട്ടീൻ പൗഡർ, നമ്മുടെ പ്രോട്ടീൻ പൗഡർ 100% പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആണ്. 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് ഉള്ളതാണ്. ഈ പ്രോട്ടീൻ പൗഡർ നമ്മുടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു പ്രോട്ടീനിന്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് പീഡിക്കാസ് റേഷ്യോ എന്ന് പറയും. പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ എന്നാ പറയുന്നത്. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഹയസ്റ്റ് സ്കോർ 1 ഉള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദഹന പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും നമ്മളുടെ പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ശരീരത്തിൽ പിടിക്കും. ചില ആൾക്കാർക്ക് ഈ ദഹന പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ശരീരം മെലിഞ്ഞു പോകും. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളെ പ്രോട്ടീൻ പൗഡർ കൊടുക്കാം. കാര്യം അതങ്ങ് ദഹിപ്പിക്കും. അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് പാല് കുടിച്ചാലോ പയറ് കഴിച്ചാലോ കടല കഴിച്ചാലോ അല്ലെങ്കിൽ ബീഫ് കഴിച്ചാലോ ചിക്കൻ കഴിച്ചാലോ ഒന്ന് ദഹിപ്പിച്ച് പ്രോട്ടീൻ എടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം തന്നെ നമ്മുടെ ഈ പ്രോട്ടീൻ റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് മോഡി കെയറിന്റെ ഈ ഷേപ്പ് ഷിഫ്റ്റ് കാറ്റഗറിയിലുള്ള പ്രോട്ടീൻ. അതുപോലെ തന്നെ നമുക്ക് മറ്റ് 2 പ്രോട്ടീൻ കൂടെ ഉണ്ട്. നമുക്ക് ഓൾ പ്ലാൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ പ്രോട്ടീൻ ക്രസ്റ്റ് ഉണ്ട്, അത് ഉപയോഗിക്കാം. ഈ 3 തരത്തിലുള്ള ഏത് പ്രോട്ടീൻ വേണമെങ്കിലും നമുക്ക് അവർക്ക് റെക്കമെൻഡ് ചെയ്യാം. അപ്പം ഈ പ്രോട്ടീന്റെ ഈ ഷേപ്പ് ഷിഫ്റ്റ് കാറ്റഗറിയിലുള്ള പ്രോട്ടീന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നാച്ചുറൽ ടേസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്തിന്റെ കൂടെ ഇത് ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന സാധനത്തിന് ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ജ്യൂസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ജ്യൂസിന്റെ ടേസ്റ്റ് ആവും, കാര്യം ഇതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഇല്ല. നമ്മൾ ഷേപ്പ് ഷിഫ്റ്റിന്റെ പ്രോഡക്റ്റിന്റെ കൂടെ ഇപ്പൊ മാംഗോ അല്ലെങ്കിൽ ബനാന ഫ്ലേവേഴ്സിന്റെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ബനാന ഫ്ലേവറിന്റെ ടേസ്റ്റ് ആയിരിക്കും അതിനുണ്ടാവുന്നത്. അപ്പം അത് ഡയറി ഫ്രീ ആണ്. എന്ന് പറയാൻ ചില ആൾക്കാർക്ക് ഈ പാലുൽപ്പന്നങ്ങൾ അലർജി ഉള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം. കൊളസ്ട്രോൾ ഫ്രീ ആണ്, കാര്യം ഇതിനകത്ത് കൊളസ്ട്രോൾ ഇല്ല. കൊളസ്ട്രോൾ ഇല്ല എന്ന് മാത്രമല്ല, നമ്മളെ രക്തധമനികളിൽ അടിഞ്ഞിരിക്കുന്ന കൊളസ്ട്രോൾ പ്ലേറ്റ്ലെറ്റ്സിനെ കുറേശ്ശെ അലിയിച്ച് കളയാനുള്ള കഴിവ് ഈ സോയി പ്രോട്ടീൻ ഐസോഫ്ലേവോൺസിനുണ്ട്. ഇതിനകത്ത് ഇറങ്ങുന്ന ഐസോഫ്ലേവോൺസിന് അങ്ങനെ ഒരു കഴിവുണ്ട്. അപ്പൊ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കുന്ന ഒരു പ്രോട്ടീനാണിത്. ഇത് മീൽസ് റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മളെ ഷേപ്പ് ഷിഫ്റ്റിന്റെ കൂടെ. സോ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് 3 നേരം ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത്. നമുക്ക് ഉച്ചക്കലത്തെ നമ്മളുടെ ഫുഡിന്റെ കൂടെ വേണമെങ്കിലും അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാക്കുന്ന ആഹാരത്തിന്റെ കൂടെ വേണമെങ്കിൽ ഒരു 12 ഗ്രാം
പ്രോട്ടീൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. രാവിലെ ഷേക്ക് ഷിഫ്റ്റിന്റെ കൂടെ, ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ കൂടെ ഉപയോഗിക്കാം. വൈകുന്നേരം നമ്മൾ മീൽ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം ഉപയോഗിക്കാവുന്ന പ്രോഡക്റ്റാണ്. മറ്റുള്ള 2 പ്രോഡക്റ്റ് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ കാലറി വളരെ കുറവാണ്. കാര്യം നമ്മൾ വെറും 130 മുതൽ 250 വരെ കാലറിയെ മൊത്തത്തിൽ നമ്മൾ ഈ പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ പ്രോട്ടീൻ പൗഡറും ഈ ഷേപ്പ് ഷിഫ്റ്റ് പ്രോഡക്റ്റും ഈ കൂടെ കമ്പൈൻ ചെയ്ത് സ്കിംഡ് മിൽക്കും എല്ലാം കൂടെ ഉപയോഗിച്ചാലും 130 കാലറി. നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലാണെങ്കിൽ 137 കാലറിയാണ്, ആൽമണ്ട് മിൽക്കിലാണെങ്കിൽ 180 കാലറിയാണ്, സ്കിംഡ് മിൽക്കിലാണെങ്കിൽ 250 കാലറിയാണ്, അല്ലാതെ തേങ്ങാപ്പാലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സോയി മിൽക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 300 കാലറി പരമാവധി. സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് 600-700 കാലറിയൊക്കെയാണ് നമ്മൾ ചെല്ലുന്നത്. നമ്മൾ കഴിക്കുന്ന 3-4 ദോശ, 4-5 ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന ആൾക്കാർ അതിനോടൊപ്പം തന്നെ കുറേ സാധനങ്ങൾ കഴിക്കും. അതിലെല്ലാം ധാരാളം കാലറി അങ്ങ് ചെല്ലും. അപ്പം നമുക്ക് ശരീരത്തിന് ആവശ്യത്തിലും കുറച്ച് കാലറിയെ നമ്മൾ ഇൻടേക്ക് ചെയ്യുള്ളൂ ഈ ഷേപ്പ് ഷിഫ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. അതാണ് അതിന്റെ സയൻസ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പൊ 3 പ്രോഡക്റ്റായി. 4ാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റ് ഫാറ്റ് ബർണർ ക്യാപ്സൂളാണ്. ഫാറ്റ് ബർണർ പ്രീമിക്സ്, ഷേപ്പ് ഷിഫ്റ്റ് ഫാറ്റ് ബർണർ പ്രീമിക്സ്. നമുക്ക് ചായ കുടിക്കുന്ന പോലെ കുടിക്കാം. ചൂടുവെള്ളത്തിൽ ഇതിന്റെ ഒരു സാഷറ്റ് ഇതാ ഇവിടെ കിടക്കുന്നുണ്ടോ, ഈ സാധനം പൊട്ടിച്ച് ഇട്ട് 1 മിനിറ്റ് വെച്ചിട്ട് നമുക്കത് കുടിക്കാൻ കഴിയും. അപ്പൊ അത് സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെറ്റാബോളിക് ഫംഗ്ഷനെ ആക്സിലറേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മെറ്റാബോളിക് ഫംഗ്ഷൻ ആണ് എവരിത്തിങ്. ആ മെറ്റാബോളിക് ഫംഗ്ഷൻ അസന്തുലിതമായി കഴിഞ്ഞാൽ ശരീരത്തിന് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാകും, പ്രോബ്ലംസ് ഉണ്ടാകും, അസുഖങ്ങൾ വരും, തടി കൂടും, എനർജി ലെവൽ കുറയും, അങ്ങനെയൊക്കെയുള്ള പല പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പൊ ആ മെറ്റാബോളിക് ഫംഗ്ഷനെ നോർമലൈസ് ചെയ്ത് ആ കുറവുള്ള ആൾക്കാർക്ക് അത് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫാറ്റ് ബേണർ പ്രീമിക്സിനെ സഹായിക്കും. ഇതിനകത്തും നമ്മൾ നേരത്തെ കണ്ട ഫാറ്റ് ബേണർ ക്യാപ്സൂളിലെ പോലെ തന്നെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കണ്ടന്റുകളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഗാർസിനിയ കമ്പോജിയ നമ്മൾ കണ്ടതാണ് നേരത്തെ. അപ്പം നമ്മളെ ഹങ്കറൊക്കെ റെഗുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ലിവറാണ് എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അവിടെ കൊണ്ട് അടുക്കി വെക്കുന്ന പണി ലിവറാണ്. ലിവർ ഇത് ചെയ്ത് പാവപ്പെട്ടവൻ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള കഴിവ് ഈ കുടംപുളിക്കുണ്ട്. കുടംപുളി എക്സ്ട്രാക്ട് ഉണ്ട്, ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഉണ്ട്, നമ്മൾ നേരത്തെ കണ്ട് ഗ്രീൻ ടീയുടെ ബെനിഫിറ്റ്സ്. അതുകൂടാതെ ജിഞ്ചർ എക്സ്ട്രാക്ട് ഉണ്ട് ഇതിനകത്ത്. അത് ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അവിടെ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന, ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന ഫാറ്റിനെ അവിടുന്ന് ഇളക്കിയെടുത്ത് കത്തിച്ച് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ പെപ്പറിൻ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട്. പെപ്പറിൻ നമുക്കറിയാം കുരുമുളകിൽ നിന്നുള്ള ഒരു എക്സ്ട്രാക്ട് ആണ്. അത് മെറ്റാബോളിക് ഫംഗ്ഷനെ ബൂസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ കഴിച്ച മീൽ റീപ്ലേസ്മെന്റ് ഷേക്കിലുള്ള വിറ്റാമിനുകൾ, മിനറൽസ്, ഫൈബറുകൾ, ഇതൊക്കെ ബോഡിക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോഴും സപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സഹായിക്കും. അതിനെ ബോഡിയിൽ തങ്ങി നിർത്തിയിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതിലൂടെ തന്നെ ഫാറ്റ് ലോസ് ഉണ്ടാകാൻ വേണ്ടി സഹായിക്കും. എന്ന് പറയാ, ഈ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് ബോഡിക്ക് ഒത്തിരി റിപ്പയറിങ് സിസ്റ്റം ഉണ്ട്. ആ റിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കിതെല്ലാം വേണം. അപ്പൊ ആ സമയത്തും ഒക്കെ നമ്മൾ കഴിച്ച ആഹാരത്തിലെ വിറ്റാമിനുകളും മിനറൽസും അതുപോലെ തന്നെ എസെൻഷ്യൽ അമിനോ ആസിഡ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം എൻസൈംസും എല്ലാം സപ്ലൈ ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഗ്രീൻ കോഫി ബീനിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. അതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ നേരത്തെ കണ്ടതാണ്.
അപ്പൊ ഇങ്ങനെയുള്ള 5 ഘടകങ്ങളുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു എക്സ്ട്രാക്റ്റ് ആണ്. അതുകൊണ്ട് വളരെ എഫക്റ്റ് കൂടുതലാണ്, വളരെ എഫക്റ്റീവായിട്ട് ഇത് വർക്ക് ചെയ്യും ബോഡിയിൽ. അതാണ് പ്രീമിക്സിലുള്ളത് ഡിയർ ഫ്രണ്ട്സ്. നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്ത് ഒരു സാച്ചറ്റ് പൊട്ടിച്ചിട്ട് നമുക്ക് 2 നേരം, രാവിലെ 11 മണിക്കും വൈകുന്നേരം 3 മണിക്കോ 3:30 മണിക്കോ നമുക്ക് കഴിക്കാൻ പറ്റും. 100% വെജിറ്റേറിയൻ ആണ്. സോ ഇത്രയാണ് ഈ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. ശരിക്കും വെയിറ്റ് മാനേജ് ചെയ്യാനായിട്ട് 6 സ്റ്റെപ്പാണ്. ഒന്ന്, നമ്മൾ ആദ്യം കണ്ടതുപോലെ ബിഗിനിങ് സ്റ്റേജിൽ നമ്മളുടെ വിസറൽ ഫാറ്റ്, വെയിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. എത്ര വെയിറ്റ് കുറയ്ക്കണമെന്ന് തീരുമാനിക്കുക, എത്ര നാളിനകം കുറയ്ക്കണമെന്ന് തീരുമാനിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ മീൽ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്യുക. നേരത്തെ കണ്ട 4 പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. കാലറി കുറച്ചുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആവശ്യമായ എക്സസൈസ് ചെയ്യുക, ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക. നമ്മൾ ഈ വെയിറ്റ് കുറയുന്ന ആൾക്കാരുടെ ഒരു ക്ലബ്ബൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ അംഗങ്ങളായി പരസ്പരം പ്രോത്സാഹനം കൊടുക്കുക. നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പരമാവധി അവരെ പ്രോത്സാഹിപ്പിച്ച് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാനും ഒക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുക. അത് 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയാൻ നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ 6 സ്റ്റെപ്പിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ 1, 2, 2 എന്ന് പറയുന്ന ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി, വെയിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് 1, 2, 2 ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. എന്താണ് 1, 2, 2 എന്ന് പറയാം? 1 എന്ന് പറഞ്ഞാൽ രാവിലെ ആഹാരത്തിന്, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് കഴിക്കേണ്ട പ്രോഡക്റ്റ് എന്താണ്? അരമണിക്കൂർ മുമ്പ്. ഒന്ന് ഓപ്പൺ ചെയ്ത് പറയാമോ? നിങ്ങൾക്ക് പിടി കിട്ടിയോ നോക്കട്ടെ. എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്തോ. ഫാറ്റ് ബേണിംഗ് കാപ്സ്യൂൾ ആണ് രാവിലെ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് കഴിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഫാറ്റ് ബേണർ ക്യാപ്സൂൾ കഴിക്കണം. 8 മണിക്ക് മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 12-12:30 മണിക്ക് പ്രീമിക്സ് കഴിക്കാം. ഫാറ്റ് ബേണർ ക്യാപ്സൂൾ ഒരെണ്ണം കഴിച്ചാൽ മതി. ഞാൻ നേരത്തെ ഫാറ്റ് ബേണർ ക്യാപ്സൂൾ എന്നാണ് പറഞ്ഞത്, അങ്ങനെയല്ല, പ്രീമിക്സ് ആണ് കഴിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ ആഹാരം കഴിക്കണം. ആഹാരത്തിലെ കണ്ടന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 3 മണി, 3:30 മണി, 4 മണിക്കകം വീണ്ടും നമുക്കൊരു പ്രീമിക്സ് കഴിക്കാം, കോഫി പോലെ കാണിച്ചിരിക്കുന്നുണ്ടോ. അത് കഴിഞ്ഞിട്ട് 7 മണിയോടുകൂടി നമ്മളെ ഫുഡ് അവസാനിപ്പിച്ചിരിക്കണം. മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് കഴിക്കണം. അപ്പൊ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഒന്നുകൂടെ ഞാൻ പറയാം, രാവിലെ 8 മണിക്കാണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ 7:30-ക്ക് ഫാറ്റ് ബേണർ ക്യാപ്സൂൾ കഴിക്കണം. 8 മണിയോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് മീൽ റീപ്ലേസ്മെന്റ് ഷേക്കും പ്രോട്ടീൻ പൗഡറൂടെ ചേർത്ത് കഴിക്കണം. അത് കഴിഞ്ഞൊരു 12 മണിയോടുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീമിക്സ് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കണം. കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട്, കാലറി കുറച്ചുള്ള ആഹാരം കഴിക്കണം. പേരിന് വേണ്ടി മാത്രം ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സും റോ വെജിറ്റബിൾസ്, മുട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത് കൂടുതൽ ഉപയോഗിക്കണം. അതുപോലെ ഒരു 4 മണിയാകുമ്പോൾ നമുക്കൊരു പ്രീമിക്സ് ടീ കുടിക്കാം. അതുപോലെ 7 മണിക്ക് നമ്മളെ ഫുഡ് അവസാനിപ്പിച്ചിരിക്കണം. വെയിറ്റ് കുറയ്ക്കാനുള്ള ആൾക്കാരാണ്. ഇനി വെയിറ്റ് മാനേജ് ചെയ്യാൻ, നിലനിർത്താൻ, വെയിറ്റ് കൂടാതെ സംരക്ഷിക്കാൻ, കുറയാതെ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് രാവിലെ ഒരു ഫാറ്റ് ബേണർ ക്യാപ്സൂൾ കഴിക്കണം. 1, ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം. പ്രോട്ടീൻ കൂടുതലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രെഡൊക്കെ ആണെങ്കിൽ 3-4 ബ്രെഡൊന്നും കഴിക്കാതെ 1-2 ബ്രെഡ് മാക്സിമം കഴിച്ചിട്ട്, മുട്ട ഓംലെറ്റ് കഴിക്കുന്നുണ്ടോ, മുട്ട 1-2-3-4 കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ക്യാഷ്യൂ നട്ടോ അല്ലെങ്കിൽ ബദാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക ബ്രേക്ക്ഫാസ്റ്റിൽ.
ദെൻ 12 മണിയോടുകൂടി നമുക്ക് പ്രീമിക്സ് കഴിക്കാം, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാം, വൈകുന്നേരം പ്രീമിക്സ് കഴിക്കാം, മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് കഴിക്കാം. അപ്പം ഈ ഈ വെയിറ്റ് മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ 1, 2, 1 1 എന്ന് പറയുന്നത് ഫാറ്റ് ബേണർ ക്യാപ്സൂൾ, 2 എന്ന് പറയുന്നത് 2 ഫാറ്റ് ബേണർ പ്രീമിക്സ്, ലാസ്റ്റ് 1 to 1 എന്ന് പറയുന്ന ലാസ്റ്റ് 1 എന്ന് പറയുന്നത് നമ്മളെ ഡിന്നർ ഒഴിവാക്കിയിട്ട് മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് കഴിക്കുക എന്നുള്ളതാണ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ പറയുന്നതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, വെയിറ്റ് മാനേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗ്രെയിൻസ് പരമാവധി ഒരു 25% ആകാവൂ. ചോറ്, ചപ്പാത്തി, അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതെല്ലാം പരമാവധി 25% ആവുള്ളൂ. ഒരു 25% പ്രോട്ടീൻ, ഇറച്ചിയോ മുട്ടയോ മീനോ, മീനൊക്കെ ധാരാളം കഴിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ അതുപോലെ വെജിറ്റബിൾസ് ഒരു 20% ഉൾപ്പെടുത്തണം. അതുപോലെ ഒരു 20% ഫ്രൂട്ട്. ഈ പോമഗ്രാനേറ്റ് ഒക്കെ നല്ലതാണ്, കാര്യം ആന്റി ഏജിങ് ആണ് ഈ പോമഗ്രാനേറ്റ്. അതുപോലുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് വെജിറ്റബിൾസിന്റെ കൂട്ടത്തിൽ നമ്മൾ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ കുക്കുംബർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഒരു 10% മാത്രം ഡയറി പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുക, തൈര്, അങ്ങനെയുള്ള സാധനങ്ങൾ. തൈരൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്, കാര്യം പ്രോബയോട്ടിക്സ് ഉള്ള ഇതാണ്. പ്രോബയോട്ടിക്സ് നമുക്ക് വേണം വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി. ശരീരം, ഈ ആമാശയത്തിന്റെ ദഹന വ്യവസ്ഥ, നമ്മളെ കുടലിന്റെ ദഹന വ്യവസ്ഥയും ഒക്കെ നിയന്ത്രിക്കാനായിട്ട് നല്ലതാണ്. അപ്പം അങ്ങനെ വേണം നമ്മൾ ഈ പ്ലേറ്റ് കൺസെപ്റ്റിൽ വേണം വെയിറ്റ് കുറയ്ക്കാനും മാനേജ് ചെയ്യാനും ഉപയോഗിക്കുന്ന ആൾക്കാർ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ആവശ്യത്തിലധികം ആവശ്യം പോലെ എക്സസൈസ് ചെയ്യുക. ഇപ്പം നമ്മൾ പലതരത്തിലുള്ള സുംബയൊക്കെ പ്രചരണം കൂടുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. സുംബ പോലുള്ള ഇതിന്റെ പ്രത്യേകത എന്ന് പറയാം, സുംബ എയറോബിക്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ 400 മുതൽ 600 കാലറീസ് പെർ അവർ. 1 മണിക്കൂർ സുംബ ചെയ്യുകയാണെങ്കിൽ 600 കാലറി വരെ ബേൺ ചെയ്യാൻ പറ്റും. യോഗ ചെയ്യുകയാണെങ്കിൽ 300 കാലറി വരെ ബേൺ ചെയ്യാൻ പറ്റും. സൈക്ലിംഗ് ആണെങ്കിൽ 400-500 കാലറിയാണ്. കളിക്കുകയാണെങ്കിൽ പോലും 400 നമുക്ക് കാലറി 1 മണിക്കൂർ കൊണ്ട് ബേൺ ചെയ്യാൻ പറ്റും. പക്ഷെ വേണ്ട, സുംബ എയറോബിക്സ് ഒക്കെ ആണെങ്കിൽ 600. അതുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം കൂടി വരുന്നത്. അതുപോലെ തന്നെ നടക്കുക ആൾക്കാരെല്ലാം കാണുന്ന ഒരു നോർമൽ എക്സസൈസ് എന്ന് പറയാൻ നടക്കുക എന്നുള്ളതാണ്. നടന്നു കഴിഞ്ഞാൽ കാലറി ബേൺ ചെയ്യുന്നതിന്റെ അളവ് കുറവാണ്. ഒരു 250-300 കാലറി ഒക്കെയാണ് ബേൺ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ഇതുപോലുള്ള വർക്കൗട്ട്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ 400-600 കാലറി. ഈ സുംബ പോലെ തന്നെ ജിമ്മിൽ പോയി വർക്കൗട്ട്സ് അല്ലെങ്കിൽ വീട്ടിൽ ഇതുപോലുള്ള വർക്കൗട്ട്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ കാലറി ബേൺ ചെയ്യാൻ കഴിയും. അപ്പം കാലറി ഇൻടേക്ക് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഫിസിക്കൽ എക്സസൈസ് കൂട്ടിക്കഴിയുമ്പോൾ കാലറി ബേൺ ആവും. അപ്പൊ ബേൺ ആവുമ്പോഴത്തേക്ക് നമ്മുടെ വിസറൽ ഫാറ്റിനെ ആയിരിക്കും ബോഡി ആദ്യം എടുക്കുന്നത്. നമ്മൾ ഈ വെയിറ്റ് ഷിഫ്റ്റ് പ്രോഡക്റ്റ് ആദ്യം കഴിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ആദ്യം വെയിറ്റ് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് പുറമേ ഫീൽ ചെയ്യണമെന്നില്ല. കാര്യം ആന്തരിക അവയവങ്ങളിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനെയാണ് മാറ്റേണ്ടത്. എന്റെ വെയിറ്റ്, ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാണ്. എന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 57 കിലോ ആണ്. എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 157 സെന്റിമീറ്റർ ആണ്. യഥാർത്ഥത്തിൽ എന്റെ വെയിറ്റ് നോർമലാണ്. പക്ഷേ ഞാനിത് കഴിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വിസറൽ ഫാറ്റ് ഉണ്ട്. എന്റെ കരളിന്റെ ചുറ്റും കൊഴുപ്പുണ്ടാകും. പിന്നെ ഒത്തിരി കാലം നമുക്ക് ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുക ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് വന്നത്. അപ്പം എന്റെ ആന്തരിക അവയവങ്ങൾക്ക് ചുറ്റുമുള്ള കൊഴുപ്പിനെ അലിയിക്കാൻ എനിക്ക് ഈ ബോഡി ഷേപ്പ് ഷിഫ്റ്റ് പ്രോഡക്റ്റ് ആവശ്യമാണ്. മിക്കവാറും ഒരു 90% ആൾക്കാർക്കും നമ്മുടെ ഷേപ്പ് ഷിഫ്റ്റ് പ്രോഡക്റ്റ് ആവശ്യമാണ്. കാര്യം ആന്തരിക അവയവങ്ങളുടെ വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയും. മനസ്സിലായില്ലേ ഈ പ്രോഡക്റ്റ്? അപ്പം ഇത് നമ്മൾ ഈ പ്രോഡക്റ്റ് ഒരു കസ്റ്റമറെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 6 മാസത്തേക്ക് നമുക്ക് സ്ഥിരമായിട്ട് ഓർഡർ ഒരു കസ്റ്റമർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മളൊരു കസ്റ്റമർ ആകുക, അതിനോടൊപ്പം നമ്മൾ ഒരു കസ്റ്റമർ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു 4-5 കസ്റ്റമറെങ്കിലും നമുക്ക് ഈ വെയിറ്റ് ഷിഫ്റ്റ് പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡി കെയറിന്റെ ട്രിപ്പിൾ പവർ ബോണസ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. കാര്യം നിങ്ങൾ അതിനെന്താണോ ചെയ്തത് ആ ചെയ്ത കാര്യം നിങ്ങളുടെ ഡൗൺലൈൻ ആയിട്ടുള്ള 3 പേരെ പഠിപ്പിച്ചാൽ മതി, അവര് ബാക്കി ചെയ്തോളും.